നമസ്കാരം. സ്കൂൾ വാർത്തകളിലേക്ക് സ്വാഗതം. ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ സ്കൂളിലെ ഇക്കോ ക്ലബിലെയും സോഷ്യൽ ക്ലബിലെയും കുട്ടികൾ ചേർന്ന് മാടായിപ്പാറയിൽ സന്ദർശനം നടത്തി. മാടായിപ്പാറയുടെ ചരിത്രം, ജൈവ വൈവിധ്യം എന്നിവയെക്കുറിച്ച് ശ്രീ KKR വെങ്ങര ക്ലാസ് എടുത്തു. ക്ലാസ് മുറിയുടെ 4 ചുവരുകളിൽ നിന്ന് പ്രകൃതിയുടെ മടിത്തട്ടിലെത്തിയ കുട്ടികൾ വളരെ കൗതുകത്തോടെ ക്ലാസുകൾ ശ്രദ്ധിച്ചു. ദൃശ്യത്തിലേക്ക്. തടാകത്തിൻ്റെ സ്വഭാവം അറിയാതെ കുളിക്കാൻ പോയതുകൊണ്ട് ഇത് തടാകത്തിൽ ഇറങ്ങുന്നവർ നമ്മൾ കാണുമ്പോൾ വളരെ ശാന്തമാണ്. പക്ഷെ കൃത്യമായിട്ട് അറിയുന്നവർക്ക് മാത്രം പാറക്കുളം മാതിരിയാണ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നും പറഞ്ഞ ആഴത്തിലേക്ക് എത്തും. ഈ പാറക്കുളത്തിൻ്റെ ഭൂമിശാസ്ത്രം അറിയുന്നവർക്ക് മാത്രമേ ഇവിടെ അപകടരഹിതമായിട്ട് കുളിക്കാൻ പറ്റൂ. നമുക്കറിയാം ഈ പാറയിൽ എവിടെയൊക്കെ ഇറങ്ങേണ്ടത്. എന്നാൽ എല്ലാവർക്കും ഇത് ഇറങ്ങുന്നത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ലാതെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഈ പാറക്കുളത്തിനുണ്ട്, ഈ തടാകത്തിനുണ്ട്. ചരിത്രത്തിൽ ഇന്നേ വരെ പറ്റാത്ത, ഇവിടെയൊക്കെ വെള്ളം ഇല്ലാത്തപ്പോഴും എപ്പോഴും വെള്ളമുണ്ടാവുന്ന വളരെ അപൂർവമായിട്ടുള്ളൊരു തടാകമാണിത് വടുകുന്ത. വടുകുന്ത എന്ന് പേര് വരാൻ കാരണം ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഇത് വടുകുന്ത ശിവക്ഷേത്രമാണ്. ഇത് പുതുക്കി പണിതത് 70കളിലാണ്. അതിന് മുൻപ് ഇത് വെറും കൽക്കെട്ടും ഒരു സ്വയംഭൂ ശിവലിംഗം മാത്രം ഉണ്ടായതാണ്. അതിനും വലിയ ചരിത്രമുണ്ട്. വടുകർണൻ എന്ന് പറയുന്ന കോലത്തിരി രാജവംശത്തിൻ്റെ രാജാവാണ് ഇത് ഉണ്ടാക്കിയത് എന്നാണ് വിശ്വാസം. വടുകർണൻ്റെ കാലഘട്ടം ഏകദേശം 1000 വർഷം മുമ്പാണെന്നാണ് ചരിത്രകാരന്മാരുടെ അനുമാനം. അപ്പോൾ നമ്മളിപ്പോൾ മാടായിലാണ് ഉള്ളത് അല്ലേ. ഈ സ്ഥലം ഏകദേശം 600 ഏക്കറുണ്ട്. 600 ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലമാണ് ഇത്. പലരും